എനിക്ക് എപ്പോഴും ഇൻസ്പിറേഷൻ സൊസൈറ്റിയാണ്. ബാക്കിയുള്ള ഭാവനയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ടി വരുമ്പോഴാണ് കൂടുതൽ ചലഞ്ച് വരുന്നത്. ടോണി ഐസക്ക് സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ കേട്ടുള്ള അറിവേ ഉള്ളൂ, കണ്ട അറിവ് എനിക്കില്ല. സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും. ടോണി ഐസക്കിനെ പോലുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, അയാളുമായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഞാൻ കണ്ടിട്ടില്ല ടോണി ഐസക്കിനെ. സംസാരിക്കാൻ പറ്റിയ അയാളെ ആവിഷ്കരിക്കാനാണ് എനിക്ക് ചലഞ്ച്. ഇതിലെ ചന്ദ്രബാബുവിനെ ആവിഷ്കരിക്കാൻ എനിക്ക് ചലഞ്ച് ഇല്ല. എനിക്ക് നന്നായിട്ട് എഫേർട്സ് എടുത്താൽ മതി. മാഡം സംസാരിക്കുന്ന 3 കൊടൂര വില്ലന്മാരുടെ കൂടെ ഓർക്കുന്നത് നല്ലതാ. നിങ്ങൾ എന്നെ മാറ്റി കളഞ്ഞില്ലേ? ഓ, എന്തും ചെയ്യാൻ മടിയില്ലാത്ത കുറച്ച് ആൾക്കാരോടാണല്ലേ ഈ ചിരിയൊക്കെ ചുമ്മാതാ. ഒന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. വില്ലന്മാരാണെന്ന് പറഞ്ഞതിൻ്റെ ഒപ്പം നിങ്ങൾ 3 പേരിലൊരു സാമ്യം തോന്നിയത്, നിങ്ങൾ കരിയറിൽ നിങ്ങൾ രണ്ടുപേരും പ്രത്യേകിച്ച് ഒരു ഘട്ടത്തിന് ശേഷം ഇന്നത്തരം എന്നെ സ്വയം മാറ്റണം അല്ലെങ്കിൽ എന്നെ വേറൊരു രീതിയിൽ പോർട്രേ ചെയ്യണമെന്ന് തീരുമാനിച്ചവരാണ് 2 ഘട്ടത്തിൽ. അങ്ങനത്തെ വേഷങ്ങളെ തേടി പിടിച്ച് ചെയ്യുന്നവരാണ്. വിശാഖനും ഇപ്പം ആനന്ദം പോലൊരു വേഷത്തിൽ അങ്ങനത്തെ ഒരു ചാനലിൽ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടായിരുന്നു. ചെറിയ ചെറിയ വേഷങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ഷിഫ്റ്റ് കുറച്ചുകൂടെ ഏർലിയർ സ്റ്റേജിൽ എടുത്ത ഒരാളാണ് നിങ്ങൾ. എപ്പോഴെങ്കിലും 3 പേരും കൂടുന്ന സ്പേസിൽ നിങ്ങളുടെ ഈ കരിയർ ഷിഫ്റ്റ് അല്ലെങ്കിൽ അത്തരം ഡിസിഷൻസിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചിരുന്നോ? എങ്ങനെ ലൈക്ക് അങ്ങനെ അതൊരു ഡിസ്കഷനായിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ? അല്ല, എൻ്റെ ക്യാരക്ടർ ഷിഫ്റ്റിൽ എന്നെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അഭിനന്ദനം രേഖപ്പെടുത്തിയ ഒരാളാണ് ചാക്കോച്ചൻ. ചാക്കോച്ചൻ അത് കീനായിട്ട് എന്നെ ഒബ്സർവ് ചെയ്ത് അതൊരു സന്തോഷം തോന്നാനുള്ള കാരണം, അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഫോൺ വിളിക്കുന്ന സുഹൃത്തുക്കളല്ല, പരസ്പരമുള്ള വൈബുള്ളവരാണ്. പക്ഷേ ലൊക്കേഷനിൽ കണ്ടാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വേദിയിൽ കണ്ടാൽ പരസ്പരം കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. പക്ഷേ ആ സമയത്ത് ഇറങ്ങിയ എൻ്റെ പുതുമയുള്ള കഥാപാത്രങ്ങൾക്കെല്ലാം വിളിച്ച് 2-3 പ്രാവശ്യം വിളിച്ച് അത് കോംപ്ലിമെൻ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമുക്ക് ആക്ടേഴ്സ് അല്ലേ, നമുക്ക് ഒരാൾ നന്നായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട്. അത് കീനായിട്ട് ഒബ്സർവ് ചെയ്ത് അത് പറഞ്ഞു. അപ്പോൾ പിന്നെ ചാക്കോച്ചൻ്റെ പിന്നെ പറയേണ്ട കാര്യമില്ല. എന്നാത്താൻ കേസ് കൂടെന്ന് പറയുന്നത് നമുക്കൊരു പ്ലസൻറ്റ് സർപ്രൈസ് ആയിരുന്നു. ഓക്കെ, 5-ാം പാതിര ഗുഡാണ്, പക്ഷേ ഇത് പല്ലുൾപ്പെടെയുള്ള ഒരു ചോക്ലേറ്റ് ഇമേജൊക്കെ അങ്ങ് മാറ്റിയിട്ടേ അത് തന്നെ കൊണ്ട് കഴിയുമെന്ന് തെളിയിച്ചത്. അതാണ് ഒരു ഭയങ്കര ചലഞ്ചാണ്. അത് ചാക്കോച്ചൻ്റെ ഒരു വലിയ ടേണിംഗ് പോയിൻ്റാണ് എന്നാത്താൻ കേസ് കൊടുക്കുന്നത്. ആ ഒരു ലവർ ബോയ്, ചോക്ലേറ്റ് ബോയ് ഇമേജൊക്കെ ഒരു സീരിയസ്നെസ് 5-ാം പാതിരയിൽ അല്ലെ വേറെ പടങ്ങളിലൊക്കെ ചാക്കോച്ചന് സീരിയസ് റോൾസ് ചെയ്യാൻ കഴിയുമെന്ന് പ്രൂവ് ചെയ്ത് തുടങ്ങിയ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നാത്താൻ കേസ് കൂടിൽ ചാക്കോച്ചൻ വളർന്നു വന്ന സാഹചര്യത്തിലുള്ള ഒരാളായിട്ടല്ല അഭിനയിച്ചിരിക്കുന്നത്. അത് ചാക്കോച്ചന് ചാലഞ്ചാണ്. ചാക്കോച്ചൻ വളർന്നു വന്ന ഉദയ സ്റ്റുഡിയോയിലെ വലിയ ഒരു എന്താ പറയുക സ്റ്റുഡിയോ ഉടമ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് സണ്ണായിട്ട് ജനിച്ചിട്ട് ഈ എന്നാത്താൻ കേസുകളിലെ കഥാപാത്രമായിട്ട് മാറുക എന്ന് പറയുന്നത് അതിൽ കുടിയനായിട്ടും ഒക്കെ അത് റിയൽ ചലഞ്ചാണ്. വിശാഖിൻ്റെ ഈ ട്രാൻസിഷൻ എന്ന് പറയുന്നത് വിശാഖം ആഗ്രഹിക്കുന്നത് ഈ ചേഞ്ചസ് തന്നെയാണ്. ഈ ചേഞ്ചസ് നമ്മളിപ്പോൾ വിശാഖിനെക്കാളും സീനിയേഴ്സാണ്. വിശാഖിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ to create an impression for the character he plays, അതായിരിക്കും വിശാഖിൻ്റെ മുന്നിലുള്ള ചലഞ്ച്. അത് ഇപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ അടുത്ത ഏറ്റവും പോസിറ്റീവ് വരുമ്പം എന്താണെങ്കിലും കഥാപാത്രമായി മാറാനുള്ള നമ്മുടെ ആഗ്രഹത്തിന് അതിനൊരു സാക്ഷാത്കാരം കിട്ടുമ്പോഴാണ് നമുക്ക് സന്തോഷം വരിക. സിനിമയിലേക്ക് ആദ്യം വന്നപ്പോൾ അത് ഒബ്വിയസ്ലി ഒരു ബമ്പർ ലോട്ടറി അടിച്ച പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്ന റോൾ എന്താണോ അത് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാന്നുള്ളൊരു ജോബ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പ്രോബബ്ലി ഒരു 1 year അല്ലെങ്കിൽ 2 years കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഷെയ്ഡ്സ് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് തോന്നി തുടങ്ങി. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷേ എനിക്ക് പേഴ്സണലി അത് കുറച്ച് ഇപ്പം നേരത്തെ ജഗദീഷൻ പറഞ്ഞ പോലെ ഇറ്റ് ഗെറ്റ്സ് ആ ഒരു ചാലഞ്ച് മിസ്സിങ് ആയിട്ട് തോന്നിയിരുന്നു. അപ്പോൾ അത് ആ പോയിന്റ് എത്തിയപ്പോഴത്തേക്കും ഐ എം നോട്ട് പുഷിങ് മൈ സെൽഫ്. കാരണം തിയേറ്റർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എല്ലാ 3 മാസം കൂടുമ്പോഴത്തേക്കും നമ്മൾ വേറെ മനുഷ്യനാണ്. അപ്പം ആ ഒരു ചാലഞ്ച് മിസ്സിങ് ആയപ്പോഴാണ് ഓക്കെ ഒന്നും മാറ്റി പിടിക്കണം എന്നുള്ളൊരു ഫീലിംഗ് തോന്നിയത്. ബട്ട് എനിക്ക് ബിക്കോസ് ഐ എം എ ന്യൂ കമർ അല്ലെങ്കിൽ അത്രയും എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർ അല്ലാത്തത് കൊണ്ട് ദാറ്റ് വാസ് ഈസിയർ. പക്ഷേ ഇപ്പോൾ ചേട്ടനെ പോലത്തെ ഒരു ആൾക്ക് ഹൂ ഹാസ് ഒരു സ്ട്രോങ് ഇമേജ്, ഇപ്പോൾ താൻ പറഞ്ഞ പോലത്തെ ആ ഒരു ഒരു ഓഡിയൻസ് അക്സെപ്റ്റൻസ് ഉള്ളപ്പോൾ അത് ബ്രേക്ക് ചെയ്യാൻ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് കറേജ്. അത് വേറെ ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ തിങ്ക് എനിക്ക് ഏറ്റവും ഔട്ട് ഓഫ് എൻ്റെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ് പ്രൈമറിലി അതിലോട്ട് എന്നെ പുഷ് ചെയ്തത്. ഒന്നും മാറ്റി പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഈ പരിപാടി ബോറാവും. കാരണം നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അത് വിട്ടിച്ച് ഇതിലേക്ക് വന്നത് ഇന്നും നമ്മൾ എൻ്റർടൈൻ ചെയ്യാനും കൂടെ ആണല്ലോ. നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആർട്ടിസ്റ്റിനെ പുറത്തു കൊണ്ടുവരുന്നതാണല്ലോ. അപ്പോൾ അത് മിസ്സിങ് ആയി തുടങ്ങിയപ്പോഴാണ് ആ ഒരു മൂവ് എടുത്തത്. അല്ല, നമ്മൾ 3 പേരും പ്രേക്ഷകരോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. കാരണം ഈ ഇമേജ് ഷെഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത് അഴകുള്ള സെലീന എന്ന് പറയുന്ന ഒരു സിനിമയാണ്.
സേതുമാധവൻ സാർ ഡയറക്റ്റ് ചെയ്താണ്. നസീർ സാർ നെഗറ്റീവ് റോൾ, പക്ക നെഗറ്റീവ് റോളാണ്. ഒരു വുമണൈസറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള ഇമേജിൽ നിന്നെല്ലാം ഡിഫറൻ്റ് ആയിട്ട് നായികയും നായകനും മരിക്കാൻ കാരണക്കാരനായി മാറുന്നത് നസീർ സാറിൻ്റെ ക്യാരക്ടറാണ്. അഴകുള്ള സെലീന എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇത് സാമ്പത്തികമായിട്ട് വലിയ പരാജയമായിരുന്നു. അത് നസീർ സാറിൻ്റെ പ്രകടനമൊന്നും മോശമായിട്ടല്ല, ആ ഒരു ഇമേജിൽ പ്രേക്ഷകരെ അക്സെപ്റ്റ് ചെയ്തില്ല. സേതുമാധവൻ സാർ തന്നെ പറഞ്ഞത് അത് നസീർ സാറിൻ്റെ ഇമേജിന് ആ ചേഞ്ച് പ്രേക്ഷകർ സ്വീകരിച്ചില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്ന് അങ്ങനെ ഒരു ചേഞ്ച് വന്നിരുന്നാൽ, ഒരു നായകൻ പക്ക നെഗറ്റീവ്, ഇപ്പോൾ മോഹൻലാൽ ഒരു പക്ക നെഗറ്റീവ് വന്നിരുന്നാലും ആരും ഒന്നും പറയില്ല, പെർഫോമൻസ് മാത്രമേ നോക്കുകയുള്ളൂ. മമ്മൂക്കയാണെങ്കിൽ ശരി. അപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണ്.